നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കൃത്യമായി ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവഭയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശാരീരികമായ ചെറിയ ബലഹീനതകളുണ്ട് എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം തന്ന ദൂതിനകത്ത് ഞാൻ ആശ്രയിച്ച് ദൈവസന്നിധിയിലായിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായമാണ് നാം വായിച്ചത്. നമുക്കെല്ലാവർക്കും സുപരിതമാണ്. നമ്മൾ ക്രോസ് ഓവർ സർവീസിൽ അല്ലെങ്കിൽ ന്യൂ ഇയർ സർവീസിൽ ദൈവാത്മാവ് തന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2025 കുറിച്ച് ദൈവാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന വ്യത്യസ്തമായ ദൂത് അതെത്ര പേർ ഏറ്റെടുത്തു എന്നറിയത്തില്ല. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിന് തുടർമാനമായി നിങ്ങളോട് ചില ദൂതുകൾ കൈമാറാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. 2025 ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 2025 പുതിയ തുടക്കങ്ങളുടെ വർഷമാണ്. ആമേൻ, പുതിയ തുടക്കങ്ങളുടെ വർഷമാണ്. 2025 ഈസ് ദി ഇയർ ഓഫ് ന്യൂ ബിഗിനിങ്സ്, പുതിയ ആരംഭങ്ങളുടെ വർഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടു. 2025 ന്യൂ ഇയർ സർവീസിനകത്ത് ആ മെസ്സേജ് എനിക്ക് മുഴുവിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ കേട്ടു ദൈവത്തുമായുള്ളൊരു എൻകൗണ്ടർ ഒരുവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇമ്മലകളിൽ പിടിച്ചു മുറുക്കിയിരിക്കുന്ന ചില അടിമത്വങ്ങളെ ദൈവം പൊളിച്ചു മാറ്റി പുതിയ ആരംഭങ്ങളിലേക്ക് കൊണ്ടുവരാം. ആമേൻ. 400 വർഷത്തെ അടിമവാസം മിസ്രയീമിൻ്റെ മണ്ണിൽ വാണുകൊണ്ടിരുന്ന ഇസ്രായേലിന് വേണ്ടി ദൈവം മോശയുടെ മുൻപിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു എൻകൗണ്ടർ 30 ലക്ഷം പേരുടെ പുതിയൊരു നിയോഗത്തിന് കാൽവയ്പായെങ്കിൽ 2025 ഞാൻ കൊതിക്കുന്നു. ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ദൈവവുമായൊരു ഏറ്റുമുട്ടലുകൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവത്തെ വ്യത്യസ്തമായ നിലകളിൽ അനുഭവിക്കാൻ കഴിയുന്ന ദൈവിക ബന്ധത്തിൻ്റെ ആഴം ആരംഭിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. ആമേൻ. ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില പുതിയ തുടക്കങ്ങൾ നമ്മുടെ ആലയത്തിനകത്ത് വെളിപ്പെടും, നമ്മുടെ തലമുറകൾക്കകത്ത് വെളിപ്പെടും, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ഈ പകൽക്കാലം ദൂതേറ്റെടുക്കണം. ഇന്ന് പകൽക്കാലം ബുദ്ധി കൊണ്ട് ഈ പ്രസംഗം അളക്കരുത്. ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. ഒരുവന്റെ മേൽ ദൈവികമായുള്ളൊരു എൻകൗണ്ടർ വെളിപ്പെട്ടപ്പോ, ദൈവത്തെ കാണേണ്ട വണ്ണം കണ്ടപ്പോ, ദൈവ ശബ്ദം കേൾക്കേണ്ട വണ്ണം കേട്ടപ്പോ ഒരു നിയോഗത്തിന്റെ എക്സോഡസ് വെളിപ്പെട്ടെങ്കിൽ ആ എക്സോഡസിനകത്ത് 1ഉം 2ഉം പേർക്കല്ല പ്രിയരെ, 30 ലക്ഷത്തോളം പേർക്ക് പുതിയ ആരംഭങ്ങളുടെ അവിടെ ജീവിതത്തിനകത്തുണ്ടായെങ്കിൽ ഇന്ന് പകൽ ഞാൻ കൊതിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലതിൻ്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പ് വെളിപ്പെട്ട് കഴിഞ്ഞ, ദൈവത്തെ കാണേണ്ട വണ്ണം കണ്ട, ദൈവവുമായുള്ളൊരു എൻകൗണ്ടർ സംഭവിച്ചു കഴിഞ്ഞ, ദൈവം വിളിക്കേണ്ടെന്ന് ചിലവിനെ വിളിച്ചു കഴിഞ്ഞ, ഈ തലമുറയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചിലവിനെ പുറത്തെടുക്കാൻ ആത്മനിയോഗത്തോടെ ചില ആരംഭങ്ങൾക്കകത്ത് ചലിക്കാൻ ഈ പകൽ ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ആഴമായി സമർപ്പണത്തോടിരിക്കുന്ന യൗവനക്കാര, ഇന്ന് പകൽ ദൈവത്തിന് ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഈ തലമുറയിൽ ദൈവത്തിന് റൈനാഡ് ബോംഗെ വേണ്ട. ഈ തലമുറയിൽ ദൈവത്തിന് വില്യം കേരിയ വേണ്ട. ഈ തലമുറയിൽ ദൈവത്തിന് ഡേവിഡ് ലിവിൻസ്റ്റനെ വേണ്ട. ഈ തലമുറയിൽ അവർ വേണമായിരുന്നു എങ്കിൽ ഈ തലമുറയിൽ അവർ ജീവനോടെ ഇരിക്കുമായിരുന്നു. അവരെല്ലാം ഈ ഭൂപ്പരപ്പ് വിട്ടുപോയെങ്കിൽ ഇന്ന് പകൽ അവർ ചെയ്തു തീർക്കാതെ ബാക്കി വെച്ചുപോയ ചില അഭിഷേകത്തിന്റെ മിറവിന്റെ ശുശ്രൂഷ ഈ തലമുറ
തലമുറയിൽ നമ്മെ കുറിച്ച് ദൈവം കണ്ടിട്ടുണ്ട്. ഈ തലമുറയിൽ അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. അസാധാരണമായി നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നിന്റെ സ്ഥലങ്ങളെ മാറ്റാൻ കഴിയും. നിന്നിലൂടെ പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഒരു പക്ഷേ നീ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ ഇന്ന് പകൽ ഞാൻ കൊതിക്കുന്നു, പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് സ്വർഗം തുറന്ന് യോഹന്നാന്റെ അടുക്കൽ കർത്തൃദിവസം വെളിപ്പെട്ടതുപോലെ ദൈവവും നീയുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കും. ദൈവത്തെ കാണാൻ കഴിയും, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും, ദൈവത്തിന്റെ എൻകൗണ്ടർ വെളിപ്പെടും. ആ കർത്തൃദിവസം ഈ പകൽ വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ കാരമാണ്. ചുമ്മാ കൈയടിക്കരുത്. ഇന്ന് പകൽ അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം, അതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം, കർത്താവേ ഈ തലമുറയിൽ എനിക്ക് അങ്ങേ ഒന്ന് കാണണം. പലപ്പോഴും ഞാൻ അങ്ങേ മറന്നു ജീവിച്ചു, അങ്ങില്ലാത്തവനെ പോലെ ജീവിച്ചു, അങ്ങുണ്ടായിട്ടും അങ്ങില്ലാത്തവരെ പോലെ ജീവിച്ചു. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങേ വിട്ടു പിരിയാൻ കഴിയാത്തൊരു ആത്മബന്ധത്തിലേക്ക് മടമു കയറാ. ഇന്ന് പകൽക്കാലം എൻ്റെ ഇന്നലെകളെയും നാളുകളെയും അറിയും, എന്റെ ഇന്നലകളെയും നാളുകളെയും ആരായുന്ന ആത്മാവിനാൽ ഈ പകൽക്കാല എനിക്ക് വേണ്ടി അഭിഷേകത്തിന്റെ വലിയൊരു കൈമാറ്റത്തെ ഈ പകൽ തരണമെന്ന് പ്രാർത്ഥിച്ച ഈ പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പ് വെളിപ്പെടും. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ആത്മതലങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്ന അർത്ഥമാന ധൂരധാര ധാര 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 ശബരാധാരി ഖമാന ധാര ധാര അർത്ഥമാന ധൂരധാര ധാര ധാര. അതുപോലൊരു നിയോഗം ഇതിനകത്ത് വെളിപ്പെടട്ടെ. അതുപോലൊരു തുടക്കം ഈ ആലയത്തിനകത്ത് വെളിപ്പെടട്ടെ. ഈ ആണ്ടിന്റെ ആദ്യത്തെ ഞായറിൽ ഞങ്ങൾ ആത്മാവിലത് സ്വീകരിക്കുകയാണ്, ആത്മാവിലത് സ്വീകരിക്കുകയാണ്. ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേൽ അപാളത്വമായി വെളിപ്പെടും. സഹോദരങ്ങളുടെ മേൽ, സഹോദരിമാരുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ ഇന്ന് പകൽക്കാലം ആമോസ് പ്രവചിച്ചതുപോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകര്. ആമേ പുത്രന്മാരും പുത്രിമാരും വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും എന്ന് പറഞ്ഞതുപോലെ ഈ തലമുറയിൽ പുതിയ ഒരു നിയോഗത്തിന് വേണ്ടി, പട്ടണങ്ങളുടെ മേൽ പുതിയ ഒരു ആരംഭത്തിന് വേണ്ടി സാത്താനി അടിമത്തത്തിൽ കിടക്കുന്ന ഒരു നാളെ കുറിച്ചൊരു സ്വപ്നമില്ലാതെ നരകത്തിന്റെ തീക്കൊള്ളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം തീക്കൊള്ളികളെ ആത്മാവിൽ വലിച്ചെടുത്ത് ഈ തലമുറയിൽ അഭിഷേകത്തിന്റെ നിറവിൽ നിർത്താൻ, ആത്മനിറവിൽ നിർത്താൻ കഴിയുന്ന വലിയൊരു ആത്മാവിന്റെ പ്രഭാകം ഈ പകൽ ഈ ആലയത്തിനകത്ത് വെളിപ്പെടും. അവരാ ഞങ്ങൾ നമ്മയോട് സ്തുതിക്കുകയാണ്. ചില ആരംഭങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങൾ നാളെ കുറിച്ച്, ദൈവം ഞങ്ങളെ കുറിച്ച് കണ്ട പദ്ധതിയെ കുറിച്ച് വിശ്വാസത്തോട് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ചില മിഷണറിമാർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരത്തക്ക നിലവാരത്തിൽ പട്ടണത്തെ പിടിക്കും അഭിഷിക്തന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരത്തക്ക നിലവാരത്തിൽ ഒരു അഭിഷേകത്തിന്റെ ഇരട്ടിമാ ദൈവസഭ ഈ പട്ടണത്തിനകത്ത് ജ്വലിച്ചു കയറമോ. കരമടിക്കുമെങ്കിൽ മമ്മായി, അന്യഭാഷ പറയുമെങ്കിൽ മമ്മായി, ആരും മൗനമായിരിക്കരുത്. ഇന്ന് പകൽ അത്രമാത്രം ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുകയാണ്. നിന്റെ ജോലിക്കകത്ത്, നിന്റെ ഉപജീവനത്തിനകത്ത്, നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ പട്ടണത്തിനകത്ത് നിന്നെ കുറിച്ച് ദൈവ പുതിയ ആരംഭങ്ങൾ ശബരമ വൈഡമാന അച്ഛമാന ധൂരധാര ഘടകധേര വച്ചവാര ലിഖമാന ധൂരധാര ധാര 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 അർത്ഥമാന ധൂരധാര ഘടകധീര വച്ചവേഖമേന ധാര ജീനമച്ചവേഖമേന ധൂരധാര ധാര ധാര
ഈ ജനത്തിൻ്റെ മേൽ അങ്ങനെ ചില ആരംഭിക്കട്ടെ. ഈ ആത്മാവ് എന്നോട് കൃത്യമായി ഈ പട്ടണത്തിന്റെ മടുവിൽ നിന്നുകൊണ്ട് ആത്മാവ് പ്രവചിക്കാൻ പറയുക. ഈ പോഡിയത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുകയാണ്. ലക്ഷങ്ങളെയല്ല കോടിക്കണക്കിന് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും പുതിയ ആരംഭങ്ങൾ ഇന്ന് പകൽ ദൈവാത്മാവ് ദൈവസഭയുമായുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഇടപെടാൻ പോകുകയാണ്. ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാണ്. അതിപ്പോൾ ഉത്ഭവിക്കുക. ഇതിനകത്ത് നിൽക്കുന്ന ഈ ആലയത്തിനകത്തിരിക്കുന്ന 4 വ്യക്തികളുടെ മേൽ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പ് വെളിപ്പെട്ട് ജോലി ചെയ്യുന്നവർ പോലും ജോലികളെ മാറ്റിവെച്ച് സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കത്തക്ക നിലവാരത്തിൽ ഒരു അഭിഷേകത്തിന്റെ നിയോഗം വെളിപ്പെടുന്നു. ഇതുവരെയും ദൈവസഭ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവിലേക്ക്, പുതിയ ആരംഭത്തിലേക്ക് ദൈവാത്മാവ് ചിലവരെ ലിഫ്റ്റ് ചെയ്യുക. ആരോ ചോദിക്കുന്നു, ദൈവദാസനെ അതെന്നെ കുറിച്ചാണോ? അത് മിന്നെ കുറിച്ച ഈ പകൽ ഈ അത്യന്ത ശക്തിയിൽ സംഭവമല്ല എന്ന് വരേണ്ടതിന് ഇന്ന് പകൽ നിന്റെ കൂടാരത്തിന്റെ മേൽ നിറയ്ക്കുന്ന ആ നിറവിന്റെ ഇരട്ടിപ്പിലേക്ക് കൃപ പട്ടണങ്ങളുടെ മേൽ നിയോഗമുള്ള എഴുമേൽക്കട്ടെ. ഒരു മോശ എഴുമേറ്റപ്പോൾ 30 ലക്ഷം പേർ പുതിയ ആരംഭത്തിലേക്ക് സ്റ്റെപ്പ് വച്ചതുപോലെ ഇന്ന് പകൽ അടിമനുഖങ്ങൾ പൊളിക്കപ്പെടട്ടെ ദൈവിക നിയോഗത്തിനകത്ത്. ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ഈ പട്ടണത്തെ അടക്കി വാടുന്ന ദുർഭൂതം മണ്ഡലങ്ങളുടെ എൻ്റെ ദൈവത്തിന്റെ കരത്തകരം വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലവിനെ തുടച്ചു മാറ്റി. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ഈ പട്ടണത്തെ അവകാശം പറഞ്ഞു നിൽക്കുന്ന പാരമ്പര്യ വെല്ലുവിളികളുടെ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇന്ന് പകൽ ആരാപിച്ചു തുടങ്ങും. നിന്റെ കൂടാരത്തിനകത്ത് അടക്കി പാടുന്ന ചില ദുർഭൂത മണ്ഡലങ്ങൾ ഈ പകൽ ദൈവവുമായൊരു എൻകൗണ്ടർ ഉണ്ടായാൽ നിന്നെ മാത്രമല്ല നിന്റെ കൂടെ ചിലവിനും കൂടെ പുതിയ ആരംഭങ്ങൾ ഉണ്ടാകും. ഞാൻ കൊതിക്കുന്നു നമ്മുടെ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന പുതിയ ആരംഭങ്ങൾ, ദൈവവുമായുള്ള ഏറ്റുമുട്ടലുകൾ ഈ ലോക രാജ്യങ്ങളെ പിടിച്ച് കുലുക്കത്തക്ക നിലവാരത്തിൽ ദൈവമില്ലെന്ന് പറഞ്ഞു നടക്കുന്ന ചിലവിന് ദൈവമുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് തെളിയിച്ച് ജ്ഞാനജലത്തിലിറക്കി അഭിഷേകത്തിന്റെ നിറവിൽ ശുശ്രൂഷകന്മാരായി മുക്കിപ്പൊക്കിയെടുക്കുന്ന പുതിയ ആരംഭങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. മായിലോ പ്രിയരെ, പുതിയ ആരംഭം നിന്നിൽ വെളിപ്പെട്ടാൽ ഇന്ന് വരെ അടിമയാക്കി വച്ച ചിലവ് നിന്നിൽ നിന്ന് വഴിമാറും.
ഇമ്മലകളിൽ നിന്നെ ഭയപ്പെടുത്തിയ ചിലവ് നിന്നെ നിന്ന് വഴിമാറും. ഇമ്മലകളിൽ നിന്നെ പിടിച്ചു വച്ചിരുന്ന ചിലവ് വചനം പറയുന്നു, ഇസ്രായേൽ ജനം പ്രവാസം വിട്ടിറങ്ങിയപ്പോൾ അവർക്ക് സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ അവരെ പിടിച്ചു വച്ചിരുന്നത്, ഒരിക്കലും വിടാൻ സാധ്യതയില്ലാത്തത് വിട്ടുപോയപ്പോൾ അവൾക്ക് കണ്ണിന് ആശ്ചര്യമായതുപോലെ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ എൻകൗണ്ടറുള്ള ചില എഴുമേറ്റ ദൈവം പുതിയ ആരംഭം തുടച്ച ഇന്ന് പകൽ സ്വപ്നം കാണുന്നത് പോലെ ഇന്ന് പ്രബൽ ഡെയിലി റിന്യൂവൽസ്. എല്ലാ പകലും പുതിയത് പുതിയത് പുതിയത്, രാവിലെ തോറും പുതിയത് നിന്റെ മേൽ വെളിപ്പെടും, പുതിയത് വെളിപ്പെടും. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ ആമേൻ പറഞ്ഞു സ്വീകരിക്ക. നിന്റെ ആലയത്തിനകത്ത് എല്ലാ പകലും പുതിയത് വെളിപ്പെടും. നിന്റെ ശുശ്രൂഷക്കകത്ത് എല്ലാ പകലും പുതിയത് വെളിപ്പെടും. നിന്റെ സഭക്കകത്ത് ഓരോ ആഴ്ചകളിലും ഇല്ലില്ല ഓരോ പ്രാർത്ഥനാ യോഗങ്ങളിലും പുതിയത് വെളിപ്പെടാം. വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ കൊതിക്കുന്നു ഓരോ ആഴ്ചയിലും പുതിയ കുടുംബങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഓരോ ആഴ്ചകളിലും ഓരോ മീറ്റിങ്ങുകളിലും പുതിയ വ്യക്തി ജീവിതങ്ങൾ കയറി വരട്ടെ. അതുപോലൊരു ആത്മബല ഇന്ന് പകൽ ദൈവാത്മാവ് തുറമിടട്ടെ. എല്ലാ മാസവും ദൈവിക സ്നാന ആലയത്തിൽ നടക്കത്തക്ക നിലവാരത്തിൽ ആലയത്തിന്റെ വിശാലതകൾ വെളിപ്പെടട്ടെ, വരട്ടെ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നാളുകൾ കഴിയും മുമ്പ്, വർഷങ്ങൾ കഴിയും മുമ്പ് ആലയത്തിനകത്ത് മാസം തോറും സ്നാനങ്ങൾ നടക്കും. അത്തരത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അത്തരത്തിലുള്ളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതിനകത്തുനിന്ന് ഞാൻ ചിലവിനെ വെട്ടിമാറ്റും, മറ്റ് ചിലവിനെ ചേർത്തൊട്ടിക്കും. അഭിഷേകത്തിൻ്റെ തീപന്തം പോലെ ലോകരാജ്യങ്ങളിൽ ദൈവത്തിന് വേണമെന്നുള്ള ചിലവിനെ ദൈവാത്മാവ് ആലയത്തിനകത്ത് കൊണ്ടിരുത്തി അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു സീസൺ ദൈവം തുറക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, എനിക്കറിയാവുന്നുള്ളൊരു ദൈവദാസനാണ്. ധനാരാധന തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 6 കുടുംബം മാത്രം, 6-4 കുടുംബം മാത്രം. പക്ഷെ തന്നോട് എന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചാലും പറയും, പാസ്റ്റേ മാസം തോറും സ്നാനങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കണം. മാസം തോറും സ്നാനങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കണം. 2019 തോന്നുന്ന സഭ തുടങ്ങിയത്. 20ാമത്തെ വർഷം മുതൽ 1 വർഷം കഴിഞ്ഞപ്പോൾ, 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആലയത്തിൻ്റെ കെട്ടുപൊട്ടാൻ തുടങ്ങി. ആലയത്തിൻ്റെ കെട്ടുപൊട്ടാൻ തുടങ്ങി. ജാതികളായുള്ളവർ ആലയത്തിനകത്ത് കടന്നു വരാൻ തുടങ്ങി. താനായിരുന്ന ടൗൺ ഹാൾ നിറഞ്ഞു. മറ്റൊരു ബിൽഡിങ് റെൻറ്റിനെടുത്തു. ഇന്ന് ഏകദേശം 4-4.5 വർഷം കഴിയുമ്പോൾ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, 2020 തുടങ്ങിയതാണ് എല്ലാ മാസവും സ്നാനം. കഴിഞ്ഞ ഡിസംബറിൽ മുങ്ങിപ്പൊക്കി ചിലവിനെ അവൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഇന്ന് പകൽ അതുപോലൊരു സീസൺ അറിയില്ല. ദൈവാത്മാവ് ഈ ആലയവുമായുള്ള ബന്ധത്തിൽ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. മാസം തോറും സ്നാനങ്ങൾ നടക്കത്തക്ക നിലവാരത്തിൽ പുതിയ ആരംഭങ്ങൾ ദൈവാത്മാവ് ചെയ്യുക. ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആത്മാക്കളെ സ്നാനജലത്തിൽ ഇറക്കാവേ
തലമുറകളെ പിന്മാറ്റത്തിനകത്ത് ഒതുക്കുന്ന ചില അന്ധകാരത്തിന്റെ ശമനമലഘടക ഇസബേലിയ മണ്ഡലങ്ങളുടെ മേൽ ഈ പകൽ ദൈവത്തിന്റെ കരം വീഴുന്നു. അഭിഷേകമുള്ള മേഘുമാ ഇന്ന് പകൽ ഇസബേലിന് തലകീഴായി താഴേക്ക് വലിച്ചെറിഞ്ഞതുപോലെ ഇന്ന് പകൽ ഇരുട്ടിന്റെ പദവിയെ ദൈവസഭ അഭിഷേകത്തിൽ അർത്ഥമാന ധൂര ധാര 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 വേഗത്തിൽ ദൈവാത്മാവ് തന്ന ചിന്തയിലേക്ക് വരട്ടെ. വചനം പറയുന്നു, ഒരുവന്റെ മേൽ എൻകൗണ്ടർ വെളിപ്പെട്ടപ്പോൾ 400 വർഷത്തെ അടിമതം പൊളിഞ്ഞു. അവനിൽ പുതിയ ആരംഭങ്ങൾ വെളിപ്പെട്ടു. എന്തിനേറെ അവൻ്റെ ഉണക്കവടി, അങ്ങനെ പറയാം, ആടിനെ മേച്ചു കൊണ്ടിരുന്ന വടി അത്ഭുതങ്ങളുടെ വടിയായി മാറി. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിലുള്ള ശൂന്യതകൾ അത്ഭുതത്തിൻ്റെ നിറവുകളായി മാറാം. നിന്റെ മേൽ പകരപ്പെട്ട ചിലപ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു പദമായിരിക്കാം, അതിന്ന് പകൽക്കാല ശത്രുവിൻ്റെ കാട് കത്തിയിൽ ശക്തിയുള്ളതായി മാറും. ഇന്ന് പകൽ നീ ആ പറയുന്ന സ്തോത്രത്തിന്, നീ പറയും ഹല്ലേലൂയയ്ക്ക്, നീ പറയും അന്യവാസിക്ക് ചിലവിനെ രോഗസൗഖ്യം കൊടുക്കാൻ ശക്തിയുണ്ട്, ചില ഭൂതങ്ങളെ പുറത്താക്കാൻ ശക്തിയുണ്ട്, ചില രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കാൻ ശക്തിയുണ്ട്, ചില പട്ടണങ്ങളുടെ മേൽ നിയോഗം വെളിപ്പെടുത്താൻ ശക്തിയുണ്ട്. ഇന്ന് പകൽ ആത്മമറവിലൊന്ന് സ്തുതിക്ക്. ഈ പകൽ പുതിയ ഭാഷകൾ നിന്റെ മാവിന്റെ മേൽ വെളിപ്പെടട്ടെ. ദേശങ്ങളുടെ പട്ടണങ്ങളുടെ മേൽ അധികാരമുള്ള ചിലവ് ഈ പകലിന്റെ മേൽ കേട്ട് ശബാലബാരാധാരാധാര ശബരാബാരാധാരാബാലഖമാന അർത്ഥമാന ധൂരധാര ധാര 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 റൈമനെ ശബാരധാര അർത്ഥമാന ജിഖമേന ഇബാരാധ ശരഖമ ധീരമാന അൽഖറേദി ശാരധാര ധീരമച്ച് വൈണമാന ധീരബാല അടകവേര ശാരധാര. അത്രമാത്രം ഒരു ദൈവശക്തി, രാജ്യങ്ങളെ പിടിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. അറിയില്ല, ചില ഭാഷകൾ നാവിൻ്റെ മേൽ വെളിപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടേണ്ട ചില രാജ്യങ്ങളുടെ നന്മകളെ തടഞ്ഞ കയ്യിൽ ലഭിക്കേണ്ട ചില നന്മകളെ തട്ടിക്കൊണ്ടുപോയി തട്ടിമാറ്റി നിന്റെ കുടുംബത്തെ വരൾച്ചയ്ക്കകത്തിട്ട് ഒതുക്കിയ ചില ഇരുട്ടിൻ്റെ പദ്ധതികളെ ഇന്ന് പകൽ ദൈവാത്മാവ് ശാസിച്ചു മാറ്റി. ഒരു നിറവിലേക്ക് ദൈവസഭ വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു, കുടുംബങ്ങളെ വരൾച്ചയ്ക്കകത്ത് ഒതുക്കിയ, സാമ്പത്തിക ഞെരുക്കത്തിനകത്തിട്ടൊതുക്കിയ, ലഭിക്കേണ്ട നന്മകളെ പോലും തട്ടിമാറ്റി അതിൻ്റെ വഴിയെ അടച്ച ചിലവിനെ ആത്മാവ് ഇന്നു പകൽ വെളിപ്പെടുന്നു. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പുതിയ ആരംഭങ്ങൾ അതിനകത്ത് ദൈവം ചെയ്യാൻ പോകുക. ദൈവം പുതിയ ആരംഭങ്ങൾ ചെയ്യാൻ പോകുക. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വഴികളും വാതിലുകളും ഈ പകൽ ദൈവാത്മാവ് തുറന്നിടാൻ പോകുക. ഇതിനകത്തിരിക്കുന്ന 3 പേരുടെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ചില സാമ്പത്തിക മുഖാന്തരങ്ങളുടെ വാതിലുകളെ ദൈവാത്മാവ് തുറന്നു കൊടുക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഇന്ന് പകൽ നിന്റെ കടത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കരം വെളിപ്പെടുകയാ. നിന്റെ ജീവിതത്തെ വരൾച്ചയിലിട്ടൊതുക്കുന്ന ഇരുട്ടിന്റെ ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല.
ഒരു നന്മ കാണാൻ കഴിയുമില്ല. ശൂന്യമാക്കി കളഞ്ഞ ചിലതിന് എൻ്റെ ദൈവം ഇന്നു പകൽ വിശ്വസിക്കുക. നിന്നിൽ പുതിയ ആരംഭം വെളിപ്പെട്ടാൽ 400 വർഷം നിന്റെ നന്മകളെ വരൾപ്പിച്ച നിന്നിലൊരു ഡ്രൈനെസ് വെളിപ്പെടുത്തിയ ഇരുട്ടിൻ്റെ മണ്ഡലം പൊളിയപ്പെടുമ്പോൾ ചില മിസ്രൈമിൻ്റെ നിക്ഷേപങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ഏതു മണ്ണിൽ നിന്നെ സാമ്പത്തികമായി ഒതുക്കിയോ, എവിടെ നിന്ന് നിന്നെ പറിച്ചു മാറ്റുമെന്ന് പറഞ്ഞോ, എവിടെ നീ ആത്മഹത്യ ചെയ്യിപ്പിക്കുമെന്ന് ശത്രു വെല്ലുവിളിച്ചോ, അബേ മണ്ണിൽ നിന്ന് ഇന്ന് ദൈവാത്മാവ് പറയുക, നിന്റെ സമ്പതി പുരാതന ശൂന്യങ്ങളെ പണിയും. നിന്റെ സമ്പതി പുരാതന ശൂന്യങ്ങളെ പണിയോ. ഇന്ന് പകൽ ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ സ്വീകരിക്കാൻ. വലിയൊരു ഡെലിവറൻസ് ഇൻഹറൻസിന്റെ മേൽ ഇന്ന് പകൽ ഇൻഹെറിറ്റൻസിന്റെ മേൽ ഇന്ന് പകൽ വലിയൊരു ഡെലിവറൻസ് വെളിപ്പെടുന്നു. പാരമ്പര്യമായി നിന്നെ പിന്തുടരുന്ന ഡ്രൈനസ്സുകൾ മാറുന്നു. കുടുംബത്തിനകത്ത് സാമ്പത്തിക മെരുക്കമിടുന്ന അടിമത്തമിട്ട് ഒരു പരിധിയിലപ്പുറം ഉയരാൻ കഴിയാതെ നന്മകളെ ബ്ലോക്ക് ചെയ്യുക ഇരുട്ടിന്റെ ഭംഗങ്ങളെ പിടിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ തുറക്കുകയാണ്. സ്വർഗീയ ഭണ്ഡാരത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കുകയാണ്. ആലയത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പകൽ സ്വർഗീയ ഭണ്ഡാരത്തെ അൺലോക്ക് ചെയ്യുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ സ്വർഗീയ ഭണ്ഡാരത്തിന്റെ മന്മകൾ വെളിപ്പെട്ടവരട്ടെ. ശബരാധരാധ റിമനധരലഗടഗധേരമച്ചുരീ ഖമാന അർത്ഥമാന ധുരധാരധാരധാര ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്റെ മേലൊരു പുതിയ ആരംഭം തൊട്ടാൽ, പുതിയൊരു പുറപ്പാട് ദൈവം വച്ചാൽ, ഇന്ന് പകൽ ശത്രു അപഹരിച്ചത് പലതും നിന്റെ കരത്തിൽ മടക്കി തരും. വചനം പറയുന്നു, മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് ഇസ്രായേലിന്റെ സ്ത്രീകൾ ആലയം പണിയാൻ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആലയം പണിയാൻ ആവശ്യമായതെല്ലാം അവിടെ കൈക്കലാക്കി, അവിടെ കൈക്കൽ നിറച്ചു എങ്കിൽ ഇന്ന് പകൽ ശത്രു അപഹരിച്ചു കൊണ്ടുപോയ സീസണുകളെ എൻ്റെ ദൈവം മടക്കി തന്ന
നിന്റെ കരത്തിൽ നന്മ കൊണ്ട് നിറഞ്ഞ ചില ആലയങ്ങൾക്ക് അടിസ്ഥാനമിട. നിന്റെ കരത്തെ ദൈവശക്തി അങ്ങനെ ദൈവാത്മാവ് പറയുക, നിന്റെ കഷ്ടത മാറും കുഞ്ഞേ, നിന്റെ നിലവിളി മാറും കുഞ്ഞേ, നിന്റെ വേദന മാറും കുഞ്ഞേ, നിന്റെ കുടുംബ തകർച്ച മാറും കുഞ്ഞേ, നിന്റെ തലമുറയുടെ മിമ്മ മാറും കുഞ്ഞേ. നിന്റെ മേലൊരു ദൈവിക പ്രസാദം വെളിപ്പെടും, ഒരു പുതുക്കം നിന്റെ പേര് ആരംഭിക്കൂ. ദൈവം ചില ആരംഭങ്ങൾ ദൈവാത്മാവ് ചെയ്യൂ. ധൈര്യത്തോട് പറ, എന്നെ ദൈവം വർദ്ധിപ്പിച്ച എൻ്റെ കൈ കൊണ്ട് ഞാൻ ആലയത്തിന് വേണ്ടി, എൻ്റെ കരം കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഇന്ന് പകൽ ഞാൻ അടിസ്ഥാനങ്ങളിടാ. എൻ്റെ കരത്തെ ഞാൻ ബലപ്പെടുന്നു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഇവർ ചെങ്കടലിൻ്റെ അടുക്കലെത്തി. പറയാ സഭയിൽ, അതുകൊണ്ട് വേഗത്തിൽ പോവുക. ചെങ്കടലിൻ്റെ അടുക്കലെത്തിയപ്പോൾ മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോനും സൈന്യവും. ഇന്ന് പകൽ അധൈര്യപ്പെടണ്ട. 2025 ആഴ്ചയിൽ നിന്നുകൊണ്ടൊരു ദൂത് ഞാൻ പറയാം. തിരിഞ്ഞു നോക്കിക്കോ, ഒന്നും നിന്റെ പിന്നാലെ കാണില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നാ പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം, ചെങ്കടലിനെ നമ്മൾ ആത്മാവിൽ 2024 കഴിയുന്നതിന് മുമ്പ് ക്രോസ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ ശത്രു ചിലവ് നിന്നെ എവിടെ എറിഞ്ഞൊതുക്കാൻ ശ്രമിച്ചോ, അഭയമാണയത്തിൽ ദൈവം തിരിച്ച് അവർക്ക് പ്രതികൂലമായി എഴുന്നേറ്റുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുക, പണ്ടുള്ളവയെ കുറിച്ച് നീ ഓർക്കണ്ട, മുൻപുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കണ്ട. ചിലവിനെ ഞാൻ അഭയമാണയത്തിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഇനി ഒരു നാളും നീ കാണത്തില്ല. ഇന്ന് കണ്ട മിസ്രൈമ്യനെ ഇനി ഒരു നാള് നീ കാണില്ല. അവർ മിസ്രൈമിലായതുകൊണ്ടല്ല, അവർ ചെങ്കടലിൻ്റെ അടിയിലാ. എൻ്റെ ദൈവം ചിലതിനെതിരെ പ്രതികൂലമായാൽ നീ നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല. എൻ്റെ ദൈവം ചിലതിനെ ഓട്ടിച്ചാൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിവിടെ പറഞ്ഞൊന്നും എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് ആ ആലയം ഒരു ഓലമേഞ്ഞ ഷെഡായി പണിതുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൻ്റെ അടുക്കൽ താമസിച്ചൊരു വ്യക്തി ആലയത്തിനെതിരെ തിരിഞ്ഞു. ആലയം ബിൽഡ് ചെയ്യാൻ കഴിയാതെ ഒന്നൊരു അടിസ്ഥാനം പോലും, എന്ന് പറഞ്ഞാൽ ഒരു കല്ല് പോലും എടുത്ത് വയ്ക്കാൻ കഴിയാതെ വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വലിയ നിയമക്കുരുക്കുകളും എല്ലാം ചെയ്തു. പക്ഷെ ആത്മാവിൽ ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആലയത്തെ എവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞോ, ആ ദേശത്ത് നിന്ന് അതിനെല്ലാം ചെതറിച്ചു. അവിടെ ഞങ്ങൾ പോയ സമയത്ത് അവിടെയുള്ള പാസ്റ്റർ നിത്യതയെ പ്രവേശിച്ചു. ആ ആൻറ്റി ഓടി വന്നിട്ട് പറയുക, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. എന്തിനാണ്? ഞങ്ങൾ ആ വീട് മേടിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇളയ മകൻ UK-ലാണ്. അവൻ്റെ ആഗ്രഹം ഈ ദേശത്തുള്ള ഒരു വീട് കിട്ടിയില്ലേലും ആ വീട് ഞങ്ങൾക്ക് വാങ്ങണം. എന്നിട്ട് ആലയം ആ വീട് ഇടിച്ചു മാറ്റിയിട്ട് മനോഹരമായ വീടാണ്. പിടിച്ചു മാറ്റിയിട്ട് ഈ ആലയം ആ വീടിരിക്കുന്നിടത്തോട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇന്ന് പകൽക്കാലം നീ നോക്കും
നീ നോക്കും, നീ ചിലവിനെ കാണത്തില്ല, നീ ചിലവിനെ കാണത്തില്ല. നിനക്കെതിരെ കുഴി കുഴിച്ച ചിലവിനെ നീ കാണത്തില്ല. നിനക്കെതിരെ രഹസ്യ അജണ്ട ഒരുക്കിയ ചിലവിനെ നീ കാണത്തില്ല. നിന്റെ ആലയത്തിനെതിരെ നിമ്മ ചിലവിനെ നീ കാണത്തില്ല. നിന്റെ കുടുംബത്തിനെതിരെ എഴുന്നേറ്റ ചിലവിനെ നീ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, നിന്നെ എവിടെ ഓട്ടിക്കുമെന്ന് പറഞ്ഞു അവിടെ നീ വാഴും, അവിടെ നീ വാഴും. എങ്ങനെ വാഴും? രാജാവായി പുരോഹിതനായി വാഴും, രാജകീയ പുരോഹിതനായി വാഴും. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞു, പിടിക്കാൻ കഴിയുമെങ്കിൽ ഇത് പിടിച്ചോ. ആമേ. ഇന്നു കണ്ട മിശ്രമിനെ ഇനി ഒരു നാളും കാണത്തില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കാലെടുത്തു വെച്ചു. അവരിന്നു വരെ അനുഭവിക്കാത്ത ഒരു ക്ലൈമറ്റ് അതിനകത്തുണ്ടായി. നീ ദൈവിക പുതിയ ആരംഭങ്ങളിൽ കാലെടുത്തു വെച്ചാൽ ഇന്ന് വരെയും അനുഭവിക്കാത്ത കുടുംബത്തിനകത്ത് പുതിയ ക്ലൈമറ്റുകൾ ഉണ്ടാകും, പുതിയ സമാധാനങ്ങൾ ഉണ്ടാകും. ഇന്നലെ വരെ നീ വീട്ടിനകത്ത് കയറിപ്പോയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതിയായിരുന്നു. ഹലോ, ഒത്തിരി പേര് പറയുന്നുണ്ട്, പാസ്റ്റേ ഞാൻ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ വീട്ടിനകമേ വേറൊരു വ്യക്തിയുടെ വീട്ടിൽ പോയാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ കയറി എനിക്കൊരു സ്വസ്ഥതയില്ല, എനിക്കൊരു സമാധാനമില്ല. എനിക്ക് നിലനിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ, നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, നീ പുതിയ ആരംഭത്തിലേക്ക് കാലെടുത്തു വച്ച നീ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകും. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണ. ഈ പകൽ ഇത് പ്രസംഗിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. സമാധാനം വെളിപ്പെടുന്നു. കൂടാരത്തിനകത്ത് സ്വസ്ഥഭയം നഷ്ടപ്പെടുത്തുന്ന ചെലവിന് ആത്മാവ് ഇന്നു പകൽ ദൂതനെ ഇറക്കി വെട്ടുന്നു. വീട്ടിനകത്ത് കയറിയാൽ സമാധാനമില്ല, സൂയിസൈഡൽ ടെൻഡൻസി ഇട്ട് കുടുംബജീവിതം തകർത്ത് ശിഥിലമാക്കി തലമുറകളെ മുച്ചൂടും മുടിക്കുന്ന ഇരുട്ടിന്റെ പദ്ധതികൾ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ പ്രാപിക്ക. കുടുംബത്തിനകത്ത് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ പദ്ധതികൾ ദൈവാത്മാവ് തകർക്കുക. കുഞ്ഞെ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി. ഞാൻ നിന്റെ കൂടാരത്തിൽ ഇറങ്ങുക, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറമ. മാളയല്ല, ഈ പകൽ ഞാൻ അഭിനകത്ത് ഞാൻ പ്രവേശിച്ച ഇരുട്ടിന്റെ പദ്ധതികളോടി കൃപ. സാരാമാന വൈഡമാന അർത്ഥമാന അർത്ഥബേര ജീരധേര അർത്ഥമാന ക്ഷീരധാര ശാരധാര അർത്ഥമാന. ചുമ്മാ കൈയടിക്കരുത്. വിശ്വാസത്തിൽ അത് പിടിച്ചുകൊണ്ട് ആ ഭൂതേറ്റെടുത്തുകൊണ്ട് വേണമെങ്കിൽ മാത്രം സമാധാനം വെളിപ്പെടട്ടെ. ദി പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു ഇറങ്ങട്ടെ. ശ്രദ്ധിക്കണേ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ
ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ വെളിപ്പെടാനിടയായി. 2025 ഞാനൊരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത ദൈവിക സാന്നിധ്യത്തിനകത്ത് ചലിക്കാൻ നീ 2025 ഒരുങ്ങിക്കോ. നിന്റെ കൂടാരം വിശുദ്ധമാണെങ്കിൽ, നിന്റെ രഹസ്യ ജീവിതം വിശുദ്ധമാണെങ്കിൽ, ഇന്ന് പകൽ സാന്നിധ്യത്തിനകത്ത് നടത്താ എന്റെ ദൈവം ശക്തനാണ്. ആമേൻ. പ്രിയരേ, ഇസ്രായേൽ ജനം മരുഭൂമിക്കകത്ത് കടന്നപ്പോൾ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ഇറങ്ങി. പക്ഷേ ആ മേഘസ്തംഭവും അഗ്നിത്തൂണും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിന്നില്ല. ഈ മരുഭൂമി യാത്ര എന്നോ തീരുമോ അതുവരെയും ഈ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്നു പകൽ 2025 നിനക്ക് വേണ്ടി ദൈവം ആരംഭിക്കുന്ന ചില ആരംഭങ്ങൾ നിന്റെ കണ്ണടഞ്ഞാലും നിന്റെ തലമുറകൾ നിന്ന് പോലും മാറ്റപ്പെടാതെ തലമുറയോളം തലമുറയോളം ശബരഥലഘടക നീതിമാന്റെ അനുഗ്രഹ 1000 തലമുറ വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞതുപോലെ നിന്റെ ദൈവ സാന്നിധ്യത്തിൽ നീ തടമവുകൊണ്ട് നിന്റെ തലമുറയിൽ അതേ സാന്നിധ്യത്തിൽ നടക്ക. എന്നെ ചിന്തിപ്പിച്ചതല്ല, 1-2 ദൂതുകൾ വേഗത്തിൽ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. മോശ കടന്നു, ഇസ്രായേൽ മക്കൾ കടന്നു. അവരുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും അവർ പുതിയത് അനുഭവിക്കാൻ തുടങ്ങി. ഹലോ, അവർ പുതിയത് അനുഭവിക്കാൻ തുടങ്ങി. അവർ ഒരു വെള്ളത്തിൻ്റെ അടുക്കലെത്തി. ആ വെള്ളം എടുത്ത് കുടിച്ചു. ആ വെള്ളം എന്തായിരുന്നു? മാറയായിരുന്നു. ആയുസിൽ ആ നീഴൊഴുക്കിനകത്തുനിന്ന് കുടിച്ചവരെല്ലാം കയ്പേ അനുഭവിച്ചിട്ടുള്ളൂ. ഇവന്റെ പ്രത്യേകത, ഇവൻ പുതിയ ആരംഭത്തിൽ സാന്നിധ്യത്തിനകത്ത് നടക്കുക. ഇന്നലകളിൽ ഒരു തലമുറ മുഴുവന് കയ്പ് കുടിച്ച അതേ വെള്ളത്തിൻ്റെ അരിക്കൽ നിന്നുകൊണ്ട് മോശയോട് പറഞ്ഞു, ആ വൃക്ഷത്തുനിന്ന് ഒരു കമ്പ് വെട്ടിയിട. മോശ കമ്പ് വെട്ടിയിട്ടപ്പോ മധുരമായി. ഒരു തലമുറ കയ്പ് കുടിച്ച അതേ മാറയിൽ നിന്ന് ഇസ്രായേൽ ജനം മധുരം കുടിക്കുക. ഇന്ന് പകൽ ദൈവം പറയുക, ഒരു തലമുറ കഷ്ടത അനുഭവിച്ച എങ്ങനെ പ്രസംഗിച്ചു ഫലിപ്പിക്കണമെന്നറിയില്ല. ഇന്ന് പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ച ഇന്നലകളിലെ ഒരു തലമുറ കയ്പ് നീർ കുടിച്ചാവേ, കയ്പ് നീരുമ്പോ നീ മധുരം കുടിക്കാൻ പോകുക. അർത്ഥമാന ധൂരധാര ധാര ധാര ക്ഷമാന ധൂരധാര ധാര ധാര ധീരധാര. ലോകത്തിന് കയ്പായിരിക്കുക, ദൈവമില്ലാത്തവന് കയ്പായിരിക്കാം. നീ മധുരമുള്ളതായി മാറാൻ പോകുക. നീ ചിലവിനെ മധുരമുള്ളതായി ദൈവമിന്റെ കരത്തിൽ തരിക. ലോകത്തിന് രുചിക്കാൻ കഴിയാത്ത ചിലവ് ആരുടൊക്കെ ദൈവന്മാർ പറയുക, നീ കയ്പെന്ന് പറയുന്ന ചില നീഴൊഴുക്കുകൾ ഞാൻ നിനക്ക് വേണ്ടി മധുരമാക്കി തരാൻ പോകുക. ഈ 2024 കണ്ണുനീരോടെ നീ കരഞ്ഞ ആ വിഷയം
മധുരമായി വരിപ്പെടാൻ പോകുക. അർത്ഥമാന പ്രിയരെ, ഇന്നലകളിൽ ഇത് കുടിച്ചവരെല്ലാം കയ്പെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മാറിപ്പോയി. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുക, ഒരു തലമുറ കയ്പെന്ന് പറഞ്ഞത് ദൈവം നിനക്ക് വേണ്ടി മാത്രം മധുരമാക്കി തരാൻ പോവാ. ഒരു തലമുറയ്ക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാത്ത ചിലവ് പുതിയ ആരംഭത്തിൽ നിലക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലത് തുറന്നിടുക. ഈ പകൽ കയ്പെന്ന് പറഞ്ഞ നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ ദൈവം മധുരമാക്കാൻ പോകുക. കയ്പെന്ന് പറഞ്ഞ നിന്റെ തലമുറയുടെ ഭാവിയെ എൻ്റെ ദൈവം മധുരമുള്ളതാക്കാൻ പോകുക. കയ്പെന്ന് പറഞ്ഞ അയ്യോ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച നിന്റെ ശുശ്രൂഷ ഈ 2025 What a mighty presence, what a mighty presence. ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കാം. ഇന്നലെ വരെ കയ്പായിരുന്നത് ഈ പകൽ മധുരമായി മാറും. ഒരുപക്ഷെ നിന്റെ തലമുറയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ കുടുംബ ജീവിതമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ബിസിനസ് ആയിരിക്കാം, ഒരുപക്ഷെ നീ ചെയ്ത മിനിസ്ട്രി ആയിരിക്കാം. നീ കയ്പെന്ന് പറഞ്ഞ് കരുതേതാ. എൻ്റെ ദൈവാത്മാവ് പറയുന്നു, ദാ മധുരമാകുന്നു, മധുരമാകുന്നു. നിനക്ക് മാത്രമല്ല, ഒരു തലമുറയ്ക്ക് മുഴുവനും അത് മധുരമാകുന്നു. അവിടം കൊണ്ട് തീർന്നില്ല പ്രിയരെ, അവിടം കൊണ്ട് തീർന്നില്ല. മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കിയത് മരുഭൂമിയിൽ തകർത്ത് കളയാനല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇസ്രായേൽ കൂടാരത്തിലുള്ള സകലരോടും പറയണം, അഭിരാവിലെ അവർ കൂടാരം തുറന്നിറങ്ങുമ്പോൾ രാവിലെ കൂടാരത്തിൻ്റെ മുന്നിൽ മഞ്ഞ വന്ന് വീണ് കിടക്കും. രാവിലെ മഞ്ഞ വന്ന് വീണ് കിടക്കാം. ആത്മാവിൽ ആ വചനത്തെ ഞാൻ പിടിച്ചുകൊണ്ടൊരു ദൂത് പറയാം. വിശ്വസിക്കുന്ന നിന്റെ കൂടാരത്തിൻ്റെ മേൽ ഇതുവരെ നീ കാണാത്തത്, നീ രുചിച്ചിട്ടില്ലാത്തത്, നിന്റെ പിതാക്കന്മാർക്ക് കാണാൻ അർഹതയില്ലാത്തത്, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത വച്ച് നിന്റെ കൈ കൊണ്ടെടുക്കാൻ യോഗ്യതയില്ലാത്തത് നിന്റെ കൂടാരത്തിൻ്റെ മുൻപിൽ രാവിലെ തോറും പൊടിഞ്ഞു വീഴാൻ പോകുക. ഈ ആലയത്തിൻ്റെ മുൻപിൽ പൊടിഞ്ഞു വീഴാൻ പോകുക. ഈ മിനിസ്ട്രിയുടെ പിടിക്കാൻ കഴിയുമെങ്കിൽ അത്രമാത്രം ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുമെന്ന് ഈ പകൽ അർഹതയില്ലാത്ത ചിലവ് മലകളിൽ അടിമയായിരുന്നു, ഇറച്ചിക്കലത്തിൻ്റെ വക്കത്തായിരുന്നത്. അതിൻ്റെ മണമല്ലാതെ നന്മയൊന്നും അനുഭവിച്ചിട്ടില്ല. ദൈവം പറഞ്ഞത്, മോശേ, ഞാൻ അവരിൽ പുതിയ ആരംഭം തുടങ്ങുമ്പോൾ, പുതിയ ആരംഭങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ രാജകീയ നന്മയല്ല കൊടുക്കുന്നേ, ഞാൻ ദൂതന്മാരുടെ ആഹാരം കൊടുക്കും. വിശ്വസിക്കാമോ? ഒരായുസ് നീ കരഞ്ഞില്ലേ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരഞ്ഞില്ലേ? അപ്പനെ എന്താ എൻ്റെ ജീവിതം എങ്ങനെയെന്ന് നീ ചോദിച്ചില്ലേ? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതുമെന്ന് ചോദിച്ചില്ലേ? എൻ്റെ കൂടാരത്തിൻ്റെ ശൂന്യത ഇന്ന് മാറുമെന്ന് ചോദിച്ചില്ലേ? നിന്റെ വാക്ക് കേട്ടാണ് ഈ പുസ്തകം എടുത്തിറങ്ങിയതെന്ന് പറഞ്ഞില്ലേ? ആരും കൂടെ ഇല്ലാത്ത ഏകാന്തതയ്ക്കകത്ത് നീ കാണുമെന്ന് പറഞ്ഞല്ലേ? ഇറങ്ങിയതെന്ന് പറഞ്ഞില്ലേ? ഇന്ന് പകൽ ദൈവം ചേർത്ത് നിർത്തി പറയുക,
നീ കൂടാരത്തുനിന്ന് ഇറങ്ങുമ്പോൾ നീ തേടിപ്പോണ്ട, നിന്നെ തേടി രാവിലെ തോറും പുതിയത് വെളിപ്പെടും. രാവിലെ തോറും പുതിയത് വെളിപ്പെടും. The daily renewals will happen. രാവിലെ തോറും പുതിയത് വെളിപ്പെടും. ആ വാക്യം ഒന്ന് വായിക്കണം. ഞാൻ നിർത്താൻ ആഗ്രഹിച്ചതാണ്. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഇന്ന് പകൽക്കാല വിരാമം വിട. സോറി, ലെമൻറ്റേഷൻ chapter 3 verse 22 and 23. Lamentation chapter. ഒന്ന് വായിക്കാമോ? അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതുമാകുന്നു. ആ കരമൊന്ന് ഉയർത്തി പറയാമോ? അത് രാവിലെ തോറും പുതിയത്. മോശേ, നീ ഇസ്രായേൽ ജനത്തോട് പറയണം, നീ കൂടാരം തുറന്നിറങ്ങുമ്പോൾ എൻ്റെ ദയയും എൻ്റെ വിശ്വസ്തതയും നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ കൂടാരത്തിൻ്റെ മുൻപിൽ അത് മന്നയായി പൊടിഞ്ഞു വീഴുക. Are you ready to receive എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയോ, His mercy and faithfulness? നീ കാണേണ്ടവര് രാവിലെ തോറും പുതിയവാ നിന്റെ കൂടാരത്തിന്റെ മേൽ പൊഴിഞ്ഞു വീണു. ഇന്ന് പകൽ വിശ്വസിക്കാമോ? ഇന്ന് പകൽ വിശ്വസിക്കാമോ? ഒരായുസ് കൊണ്ട് നിനക്ക് നേടാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറക്കിത്തരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറക്കിത്തരും. നിന്റെ സഭയ്ക്ക് വേണ്ടി ഇറക്കിത്തരും. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിന് വേണ്ടി ഇറക്കിത്തരും. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഞാൻ രാവിലെ തോറും ദൈവത്തിൻ്റെ ദയ കാണും. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ രാവിലെ തോറും ദൈവത്തിൻ്റെ ദയ കാണും. ഞാൻ രാവിലെ തോറും ദൈവത്തിൻ്റെ വിശ്വസ്തത കാണും. രാവിലെ തോറും ദൈവത്തിൻ്റെ ദയ കാണും. രാവിലെ തോറും ദൈവത്തിൻ്റെ വിശ്വസ്തത കാണും. അത് ഓരോ പകലും പുതിയവായിരിക്കും. ഓരോ പകലും എന്നിൽ വെളിപ്പെടുന്നത് പുതിയവായിരിക്കും. അർഹതയില്ലാത്തത് തരും. അർഹതയില്ലാത്ത ആഹാരം നിന്റെ മുമ്പിൽ ദൈവം തരും. അർഹതയില്ലാത്ത വസ്ത്രം നിനക്ക് തരും. അർഹതയില്ലാത്ത പാർപ്പിടം നിനക്ക് തരും. അർഹതയില്ലാത്ത വഴികൾ നിനക്ക് ദൈവം തുറന്നു തരും. ആർക്കും തുറന്നിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി തുറന്നു തരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നു തരും. നിന്റെ ഉപജീവനത്തിന് വേണ്ടി തുറന്നു തരും. ഓരോ പകലും നീ നന്മ കൊണ്ട് തൃപ്തി വരത്തക്ക നിലവാരത്തിൽ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതപ്പാ, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നതാന്ന. ഞാൻ ആത്മാവിൽ പറയാം, ഒന്നല്ല 365 ദിവസം പുതിയത്. 365 ദിവസം പുതിയത്. ഓരോ പകലും അവന്റെ വിശ്വസ്തതയും പുതുക്കിക്കൊണ്ടിരിക്കുക. അവൻ നിനക്ക് വേണ്ടി പുതിയവ ചെയ്തു വരും. പഴയതിലൊതുങ്ങരുത്, പഴയതിലൊതുങ്ങരുത്. ഇത്ര മതി എന്ന് പറയരുത്. ഓരോ പകലും പുതിയത് കൊണ്ട് തന്നു. ഒറ്റ പദവും കൂടെ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. വൈകിട്ട് കാടപ്പക്ഷി, രാവിലെ മന്ന. തേടിപ്പോകേണ്ട, നിന്നെ തേടി വരും.
നന്മ നിന്നെ തേടി വരും. നന്മ നിന്നെ തേടി വരും. നമ്മൾ നന്മയെ തേടിപ്പോകുന്നത് കൊണ്ടാണ്. നമ്മൾ നന്മയെ തേടിപ്പോകുന്നത് കൊണ്ടാണ് വിഷയം. നന്മ നിന്നെ തേടി വരും. നന്മ നിന്നെ തേടി വരും. ഓ, നിങ്ങൾ എൻ്റെ കൂടെയില്ല, നിങ്ങൾ എൻ്റെ കൂടെയില്ല, നിങ്ങൾ എൻ്റെ കൂടെയില്ല. ഞാൻ എപ്പോഴും പറയും, നന്മയുടെ പിറകെ പോകരുത്, നന്മ നിന്റെ പിറകെ വരും. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിശ്വസ്തനായിരിക്കുക, നീ വിശ്വസ്തനായിരിക്കുക. ദൈവം നന്മ നിന്നെ തേടി വരുത്തും. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ട്. കർത്താവേ, ഞാൻ നിന്റെ മുഖം മാത്രമേ നോക്കൂ, ഞാൻ നിന്റെ മുഖം മാത്രമേ നോക്കൂ. ഹലോ, നിന്റെ മുഖം മാത്രമേ നോക്കൂ. പക്ഷേ എൻ്റെ മുൻപിൽ എത്ര നന്മയുടെ വാതിൽ തുറന്നാലും ഞാൻ അവരുടെ പിന്നാലെ ചലിക്കാറില്ല. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് തുറക്കുന്ന വാതിൽ നാളെ അടയ്ക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ട്രിവാൻഡ്രം ചർച്ചിൽ ആമേ 7 ആഴ്ച പറഞ്ഞു. അബ്രഹാം പറയുന്നുണ്ട്, ആമേ ശാലേം രാജാവിനോട് പറയുന്നുണ്ട്, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കേണ്ടതിന്. ഹലോ, നിന്റെ ചെരുപ്പാകട്ടെ ചെരുപ്പിൻ്റെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇന്ന് പകൽ നന്മ നീ തേടിപ്പോണ്ട, നിന്റെ പിന്നാലെ വരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, ഇന്ന് പകൽ പ്രസംഗിക്കുമ്പോഴും എൻ്റെ ബാങ്ക് ശൂന്യമാണ്. ഹലോ, എനിക്കിന്നും 10,000 വേണം ഈ മാസം നിൽക്കണമെങ്കിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ഞാൻ നന്മയുടെ പിന്നാലെ പോകാറില്ല. എനിക്കറിയാം എൻ്റെ ദൈവം അന്നെന്നുള്ളതെല്ലാം തരുന്നവനാണ്, അന്നെന്നുള്ളവനെല്ലാം തരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങനെ ചലിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാ, നന്മ നിന്റെ പിന്നാലെ വരും, നന്മ നിന്റെ പിന്നാലെ വരും. കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്, നീ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, ഇസ്രായേൽ ജനത്തിന് വെള്ളം ദാഹിച്ചു. മോശയോട് പറഞ്ഞു, മോശേ വേഗത്തിൽ പോവുക, ആ തീക്കൽപ്പാറയുടെ മേൽ നീ ഒന്ന് തൊട്, നീ ഒന്ന് അടിക്കുക. മോശ അടിച്ചു. ഒരു പാറയ്ക്കകത്തുനിന്ന് 40 വർഷം, ഹലോ, ഇസ്രായേൽ ജനത്തിന് കുടിക്കാനുള്ള നീഴൊഴുക്ക് ദൈവം ഒരുക്കി വെച്ചെങ്കിൽ, ആത്മനിറവിൽ ഞാൻ പ്രവചിക്കുക, നിന്റെ ആയുസ് മുഴുവനും, ആയുസ് മുഴുവനും, നിന്റെ ശുശ്രൂഷ മുഴുവനും നീ തീർക്കുന്ന നാൾ വരെയും നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്കും ആവശ്യമായ ദൈവം ഒരുക്കി വച്ച ചില തീക്കൽപ്പാറകളിൽ നിന്ന് നീഴൊഴുക്കുകളെ 2025 എന്റെ ദൈവം തുറമുമിന്റെ അയക്കുന്ന വർഷമത്രേ. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകലാമേ പറഞ്ഞു സ്വീകരിക്കുക. അടയാത്തത്, നിന്നു പോകാത്ത, വറ്റിപ്പോകാത്ത, തലമുറയോളം നിലനിൽക്കുന്ന ദൈവത്തിന്റെ പ്രൊവിഷനുകൾ, ദൈവത്തിന്റെ ഫേവറുകൾ നിറയപ്പെട്ടൊരു വർഷമാ ഈ 2025. നിന്റെ ശുശ്രൂഷയ്ക്കുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി. അമ്മേ, അവിടെ നിന്നൊരു ദൂത് പറഞ്ഞ് ആരാധിക്കാം. ദൈവം ചിലത് തുറക്കും, ദൈവം ചിലത് തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയില്ല, ആർക്കും അടയ്ക്കാൻ കഴിയില്ല. നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ തലമുറ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ശേഖരത്തിൽ നിന്ന്, ദൈവത്തിന്റെ മിഥ്യമായ പദ്ധതിയിൽ നിന്ന് ദൈവം ചില കരുതലുകള് ഈ 2025 ആരംഭത്തിൽ നിനക്ക് വേണ്ടി തുറക്കും. അറിയില്ല, ദൈവാത്മാ പറയുന്നു, ചില വ്യക്തി ജീവിതങ്ങളെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക, ചില വ്യക്തി ജീവിതങ്ങളെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക.
വേണ്ടി, നിന്റെ ആലയത്തിന് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരിക്കലും നിൽക്കാത്ത ചില നന്മയുടെ ഉറവിടങ്ങൾ 2025 4 മാസം ദൈവാത്മാവ് അങ്ങനെ പ്രവചിക്കുന്നു. ഒരിക്കലും നിൽക്കാത്ത ചില നന്മയുടെ സ്രോതസ്സുകൾ തുറന്നു വരും. ഒരു നിമിഷം കൺകള മൂടാമോ? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാമോ? നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ആഴമായി ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ഒന്ന് ഉയർത്തിക്കേ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈ പകലൊരു പ്രസംഗം ഞാൻ പ്രസംഗിക്കാൻ വന്നതല്ല. ദൈവം എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറാൻ വന്നതാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കുന്നവൻ സ്വീകരിക്കട്ടെ, സ്വീകരിക്കുന്നവൻ്റെ മേൽ അത് സംഭവിക്കട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്ത. Are you seeking for a new beginning? പുതിയ തുടക്കത്തിന് വേണ്ടി, പുതിയ ആരംഭങ്ങൾക്ക് വേണ്ടി നീ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. വിശ്വാസത്തോടെ കാണാൻ ഈ നിന്ന മാറും, ഈ ഞെരുക്കം മാറും, ഈ ശൂന്യതകൾ മാറും. ഈ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഈ കരങ്ങൾ നന്മ കൊണ്ട് നിറയട്ടെ. കടഭാരങ്ങൾ വഴിമാറട്ടെ. ഓരോ പകലും പുതിയ നന്മകൾ ഈ കരങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഈ കരങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഒരു സാധ്യതയില്ലാതെ ജീവിക്കുന്ന ചിലതുണ്ട്. ഇന്ന് പകൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവർക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾ ഞാൻ ആത്മാവിൽ തുറന്നു പ്രാർത്ഥിക്കുക. അവരുടെ കരങ്ങൾക്കകത്ത് നന്മകൾ വെളിപ്പെടട്ടെ. സ്വർഗീയ ഭണ്ഡാരത്തെ ഞാൻ ആത്മാവിൽ തുറക്കുക. നിങ്ങൾ ഭൂമിയിൽ തുറക്കുന്നതെല്ലാം സ്വർഗത്തിൽ തുറക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ആമേ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ വചനമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ആലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി സ്വർഗത്തിലെ ഭണ്ഡാരത്തെ ഞങ്ങൾ ആത്മാവിൽ തുറന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷം മുതൽ സ്വർഗീയ നന്മകൾ അവിടെ കരത്തിനകത്ത് നിറയട്ടെ. ഈ കരങ്ങൾ നന്മ കൊണ്ട് നിറയാൻ സ്വർഗമിടവരുത്ത്. സ്വർഗം അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ കരമടിച്ച വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെ. ശബ്ദമുയർത്തി വാതിലുകൾ അടയുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതായി.
എന്നുമെന്നും കൂടെയുള്ളതാൽ എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോൽ. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതാൽ. ഓ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെ ഉണ്ടെന്നരുളിയവൻ. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെ ഉണ്ടെന്നരുളിയവൻ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതാൽ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതാൽ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് വാതിലുകൾ അടയുമ്പോൾ ഓ ചെങ്കടൽ പിളർന്നതുപോലെ വേണ്ടി വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതാൽ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ഓ ശുഭദിനമാഗതമാകും. തളരാതെ നില്ല പതരാതെ നില്ല ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നില്ല പതരാതെ നില്ല ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നില്ല പതരാതെ നില്ല ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നില്ല പതരാതെ നില്ല ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്നാൽ പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. 2025 ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്ന
ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതില്ല, പതരാതില്ല, ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പുതിയ ആരംഭങ്ങൾ വേഗത്തിൽ ചില ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ഈ പകൽ പുതിയൊരു അഭിഷേകത്തിന്റെ നിറവുകൾ വെളിപ്പെടട്ടെ. അന്തരീക്ഷങ്ങൾ വഴി മാറട്ടെ. വലിയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഇന്ന് പകൽ അന്തരീക്ഷങ്ങൾ ചേഞ്ചായി മാറട്ടെ. ഓരോ കൂടാരങ്ങൾക്കകത്തും വലിയ ചേഞ്ചുകൾ സംഭവിക്കട്ടെ. വലിയ കൂടാരങ്ങൾക്കകത്ത് പുതിയ നിറവുകൾ സംഭവിക്കട്ടെ. വേഗത്തിൽ 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 ലജ്ജിച്ച മണ്ണിൽ, നിന്ദിക്കപ്പെട്ട മണ്ണിൽ, അപമാനിക്കപ്പെട്ട മണ്ണിൽ പുതുമയിൽ നിൽക്കാൻ, പുതിയ ആരംഭത്തിൽ ചവിട്ടി നിൽക്കാൻ ശരമന ധീരമന ധീരമന Ramana Dhira Mana Dhira Dhara Dhira Dhara. Thank you for your presence, O Lord. Yes, 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 yes. Yes, yes. മരുഭൂമിയിൽ വെളിപ്പെട്ട അതേ സാന്നിധ്യം വിമാനദ വൈനമന വിഗദന ജിരധരെ അഖമന ശിരമന വശമന Jivamana, Dhiradhara, Jinamana, Dhiradhara, Ankamono, Dhiramana, Dhiradhara, Jimanatha, Sharamana, Ankamana, Dhiradhara, Viramana, Kruba, 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 Yeshua. Mama, Dhiradhara, Akamana, Dhiradhara, Dhiradhere, Dhiramana, Akamana, Dhiradhara, Akamana, Karamama, Yadichu Vaigala Turama, Juve. Sharamana Dhiradhara Shabaradhari Kama Sharadhara Dhivarada Shara. Oh, we worship you, Lord. We adore. We love you, we love you, love you, love you. Shavara Dhivara Sharadhara Dhivarama. Shabaramana Dhuragalka. Thank you, Sharamana Dhuragalka. സ്വർഗ്ഗമേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ പുതിയ ആരംഭങ്ങളിൽ ചലിക്കാൻ സ്വർഗ്ഗമിടവൻ മഹത്വത്താൽ മൂടും. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിന് ദൈവസന്നിധിയിൽ നിന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളെടുക്കാമോ? ദശാംശമായ വഴിപാടായ നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളെടുക്കാമോ?
ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങും ടൈറ്റുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ ആണ്ടിൻ്റെ ആദ്യത്തെ ഞായറിൽ ഞങ്ങൾ ആത്മാവിൽ വിതയ്ക്കുകയാണ്. ഓൺലൈനായ ഓഫ്ലൈനായ ഓഫറിങ്ങൾ നിക്ഷേപിക്കുന്നവർ നീ കാണുന്നു. ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുക. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗമിടവരുത്തും. മഹത്വത്താൽ മൂടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിന് ആമേൻ, ആമേൻ. ഇന്ന് ഉച്ചകഴിഞ്ഞ് പാളയത്ത്, ട്രിവാൻഡ്രം പാളയത്ത് ആരാധനയോടായിരിക്കും. കടന്നു വരാൻ കഴിയുന്നവർ കടന്നു വരണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് സർവീസും മലയാളം സർവീസും ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.